സർ സർ ആരാ വേണ്ടത്? നമസ്കാരം സർ. നമസ്കാരം. ജോലിക്ക് ആള് വേണമെന്ന് ചോദിച്ചിരുന്നു. പലചരക്കടയിലെ ചേട്ടനാ പറഞ്ഞത്. ഓക്കെ. നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഓ, ശമ്പളം എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? എന്റെ ജോലി കണ്ടിട്ട് സാറ് തന്നെ എനിക്ക് തന്നാ മതി. ശരി, അകത്തോട്ട് വരൂ. എന്താ പുറത്തുനിന്ന് നിൽക്കുന്നത്? അകത്തോട്ട് വരൂ. നിങ്ങൾ വീട്ടുജോലി, പാചകം എല്ലാം ചെയ്യുമല്ലോ അല്ലേ? ചെയ്യും സർ. ഇവിടെ തുണി അലക്കണം, പാത്രം തേക്കണം, വീടൊക്കെ അടിച്ചു വാരി തുടയ്ക്കണം, എല്ലാ ജോലിയും ചെയ്യുമല്ലോ അല്ലേ? എല്ലാ ജോലിയും ഞാൻ നന്നായിട്ട് ചെയ്യും സർ. ഓക്കെ, ശരി. മാസം നിങ്ങൾക്ക് ഞാനൊരു 10,000 ശമ്പളം തരാം. ഓക്കെ അല്ലേ? ഓക്കെ സാറേ. ഇവിടെ മൊത്തം 3 റൂമുണ്ട്. നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു റൂമിൽ ഇവിടെ തന്നെ താമസിച്ച് ജോലി ചെയ്യുകയാണെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ദിവസേന വീട്ടിലേക്ക് പോയിട്ട് ജോലി ചെയ്യുകയാണെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ. അല്ല, മോർണിംഗ് വന്ന് ഈവനിങ് വരെ ജോലിയൊക്കെ ചെയ്ത് തീർത്തിട്ട് ഞാൻ വീട്ടിൽ പോയിക്കോളാം. ഓക്കെ, ശരി. നിങ്ങളെക്കുറിച്ച് പറയൂ. എന്നെക്കുറിച്ച് പറയാനൊന്നുമില്ല. എന്റെ നാടൊരു ചെറിയ ഗ്രാമോ. ജോലി ചെയ്ത് ജീവിക്കാനാ ഇങ്ങോട്ട് വന്നേ. ഓക്കെ, ശരി. പിന്നെ ജോലിക്ക് നിങ്ങൾ എന്ന് മുതലേ വരുന്നേ? നാളെ മുതൽ തന്നെ വന്നേക്കാം. ഓഹോ, ശരി. നാളെ മുതൽ തന്നെ വന്നാൽ മതി. ശരി സാറേ, വളരെ നന്ദി. അകത്തോട്ട് വരൂ. ചെന്ന് ജോലി എടുക്കുക. സാറേ, സാറേ എഴുന്നേക്ക്. ചായ നല്ല രസമുണ്ട്. ശരി സാറേ, ഞാൻ പോയി സാറിന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം.
സാറേ സാറേ ആ? ഭക്ഷണം റെഡിയായി, വന്ന് കഴിച്ചോളൂ. ശരി. ഉം. ആ, ഇന്നെന്താ സ്പെഷ്യൽ? ദോശയും ചമ്മന്തിയാ സാറേ. ദോശ നല്ല രസമുണ്ട്. താങ്ക്സ് സാറേ. സാറേ സാറേ എഴുന്നേക്ക്. ഉച്ചയ്ക്ക് കഴിക്കാൻ എന്താ ഉണ്ടാക്കണ്ടേ? മട്ടൻ ബിരിയാണി ഉണ്ടാക്ക. ഉം, മട്ടനെ ഓൺലൈനിൽ ഓർഡർ ചെയ്തു തരാം. ഉം. ശരി സാറേ. അന്ന് നിന്നെക്കുറിച്ച് മുഴുവനായിട്ടൊന്നും പറഞ്ഞില്ല. എന്നെക്കുറിച്ച് അങ്ങനെ പറയാൻ ഒന്നുമില്ല സാറേ. ഞങ്ങളുടെ ഗ്രാമത്തിൽ ജീവിക്കാൻ വഴിയില്ലാത്തോണ്ട് ഞാൻ എൻ്റെ അപ്പച്ചിയുടെ വീട്ടിലാണ് വന്ന് താമസിക്കുന്നത്. 2 വർഷം മുമ്പ് എൻ്റെ കെട്ടിയോൻ മരിച്ചുപോയി സാറേ. അയ്യോ പാവം. സോറി ട്ടോ. സാരമില്ല സാറേ. ഒരു മിനിറ്റ്, ഞാൻ പോയി ആരാന്ന് നോക്കിയിട്ട് വരാം. ഉം. അതെ, ഉം. ഓൺലൈനിൽ ഓർഡർ ചെയ്ത് മട്ടൻ വന്നു, വാങ്ങിച്ചോളൂ. ശരി സാറേ. ഞാൻ റൂമിൽ ചെന്ന് ഒന്ന് വിശ്രമിക്കട്ടെ. ബിരിയാണി റെഡിയായ വന്ന് വിളിച്ചാൽ മതി. ശരി സാറേ. ശരി.
സാറേ, സാറേ എഴുന്നേക്ക്. ഉം. ബിരിയാണി റെഡിയായി സാറേ. ആ, ബിരിയാണി ചൂടാറുന്നതിന് മുമ്പ് വന്ന് കഴിക്ക് സാറേ. ആ, വരാം വരാം, നീ ചെല്ല്. ഉം. ഉം. എന്താ മീന ഇത്? ആ, എന്ത് പറ്റി സാറേ? ഉം, നന്നായിട്ടില്ലേ? ബിരിയാണി ശരിക്കും കലക്കിട്ടോ. ഉം. നീ ഇത്രയും രുചിയായിട്ട് ഉണ്ടാക്കുവോ? സാറേ ഒരു മിനിറ്റ്. ഉം? അലക്കാനുള്ള അഴുക്ക് തുണിയൊക്കെ എവിടെയാ ഉള്ളത്? ഉം. പുറത്തുണ്ട്, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഉം. മീനെ, ആ, എന്താ സാറേ? ഒന്നിങ്ങോട്ട് വരുമോ? ഉം. നീ ഇങ്ങനെ കൈകൊണ്ട് തുണി അലക്കുന്നത് കാണുമ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട്. അയ്യോ, ഞങ്ങളിങ്ങനെ കയ്യിലാണ് അലക്കാറുള്ളത്. എനിക്കൊരു കുഴപ്പമില്ല സാറേ. ആ, ഞാൻ നിനക്ക് എത്രയും പെട്ടെന്ന് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു തരാം. അപ്പോൾ അലക്കാൻ കുറച്ച് ഈസി ആവുമല്ലോ. അയ്യോ, അതൊന്നും വേണ്ട സാറേ. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തോളാം. അതല്ല, പൂ പോലെയുള്ള നിന്റെ ഈ സോഫ്റ്റായ കൈയിനെ എനിക്കെന്തോ കഷ്ടപ്പെടുത്തുന്ന പോലെ തോന്നുന്നുണ്ട്. എന്നെക്കൊണ്ടത് താങ്ങാൻ പറ്റുന്നില്ല. കഴിയും തോറും ഞാൻ നാളെ തന്നെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു തരാം. എന്നാൽ പിന്നെ നീ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലല്ലോ. അയ്യോ, എന്തിനാ അനാവശ്യ ചെലവൊക്കെ? ഈ ജോലിയൊന്നും എനിക്ക് വലിയ കുഴപ്പമില്ല. അല്ല, ഞാൻ പറയാൻ വരുന്നത്, അതുമല്ല, എനിക്ക് മെഷീനിലൊന്നും അലക്കാൻ അറിയില്ല. അത് ഓണാക്കാൻ പോലും എനിക്കറിയില്ല. കൈകൊണ്ട് നല്ല വൃത്തിയായിട്ട് അലക്കാൻ പറ്റും സാറേ. അതല്ല മീനെ, നീ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എന്നെക്കൊണ്ട് നോക്കി നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തുന്ന പോലെയുണ്ട്.
ഞാൻ എങ്ങനെയെങ്കിലും തുണി അലക്കാൻ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു വെച്ചേക്കാം. ഞാൻ നിനക്ക് പറഞ്ഞുതരാം വാഷിംഗ് മെഷീൻ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ അല്ലേ? ശരി, സാറിന്റെ ഇഷ്ടം. അതൊക്കെ നമുക്ക് പിന്നെ മേടിക്കാം സാറേ. സാർ ഇപ്പൊ ചെന്ന് റെസ്റ്റ് എടുത്തോളൂ. ഞാൻ ഈ തുണിയൊക്കെ അലക്കിയിട്ടിട്ട് വരാം. അതൊന്നും സാറില്ല, നീ അലക്കിക്കോ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. സാറെന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നേ? പോയി റെസ്റ്റ് എടുത്തോ. അതൊന്നും സാരില്ല മീനെ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. നീ ചെന്ന് അലക്കിക്കോ, ചെല്ലേ. എന്റെ സഹായം വല്ലതും നിനക്ക് ആവശ്യമുണ്ടോ? അയ്യോ, എന്താ സാറേ ഇത്? സാറെന്തിനാ എന്നെ സഹായിക്കുന്നേ? സാറ് ചെന്ന് കിടന്നോളൂ. എന്താ മീനെ? ചെല്ല് ശരി, സാറേ. ഞാൻ പോവാം. അയ്യോ സാറേ, എന്ത് പറ്റി? സാറേ, എന്താ പറ്റിയേ? അയ്യോ സാറേ, എഴുന്നേക്ക്. അയ്യോ, നല്ല പനിയുണ്ടല്ലോ. സാറേ, സാറേ എന്താ പറ്റിയേ? സാറിന് നല്ല പനിയുണ്ടല്ലോ. ദേഹം മുഴുവനും നന്നായി വേദനിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. സാറ് കിടന്നോ, ഞാൻ പോയി കഷായം ഉണ്ടാക്കി എടുത്തോണ്ട് വരാം. അത് കുടിച്ച പനി ഉടനെ വിടും. സാർ ഇവിടെ കിടന്നോ. ഒന്ന് വേഗം എടുത്തോണ്ട് പോവാ മീനെ. സാറേ, എഴുന്നേക്ക്. സാറേ, സാറേ ഒന്ന് എഴുന്നേറ്റേ. പയ്യെ സൂക്ഷിച്ച്. അങ്ങോട്ട് ചാരിയിരുന്നോ സാറേ? ദാ, ഈ കഷായം പെട്ടെന്നങ്ങ് കുടിച്ചോ സാറേ. കുടിക്ക് സാറേ. എന്തൊരു കയപ്പാ അതിന്. കഷായത്തിന് കയ്പുണ്ടാവുമല്ലോ സാറേ. പെട്ടെന്ന് ഇതങ്ങ് കുടിച്ചാ 5 മിനിറ്റിനകം പനി മാറിക്കിട്ടും സാറേ. ദാ, വേഗം കുടിച്ചേ. പതുക്കെ. എന്നെ കൊണ്ട് ഇനി കഴിയില്ല മീനെ. കുറച്ചുകൂടെ ഉള്ളു, ഇതങ്ങ് കുടിക്ക്. ഇനി സാറ് കിടന്നു. പതുക്കെ സൂക്ഷിച്ച്. സാറ് കിടന്നോ. 5 മിനിറ്റ് കഴിയുമ്പോ പനി മാറിക്കോളും. മീനെ, മീനെ, വയ്യ.
സാറേ സാറേ എന്താ മീനെ? ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? കുറച്ച് കുഴപ്പമില്ല. ഉം. ഉം. ഞാൻ പറഞ്ഞില്ലേ സാറേ, ആ കഷായം കുടിച്ച 5 മിനിറ്റിനകം പനി മാറിക്കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇപ്പൊ കണ്ടില്ലേ പനിയൊക്കെ മാറി എത്ര ആരോഗ്യത്തോടെ എഴുന്നേറ്റിരിക്കുന്നെ. ശരി സാറേ, എനിക്ക് സമയായി, ഞാൻ വീട്ടിൽ പോട്ടെ. എന്താ ഇത്രയും പെട്ടെന്ന് പോവാന്ന് പറയുന്നേ? പെട്ടെന്നൊന്നും അല്ല സാറേ, വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ തീർത്തു. ഇനി ചെയ്യാൻ ജോലിയൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് വീട്ടിൽ പോട്ടേന്ന് ചോദിച്ചേ. മീനെ, ഉം. നിന്നോടൊന്ന് സംസാരിക്കണം. ഒന്നിരിക്കോ? കുഴപ്പമില്ല സാറേ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അല്ല മീനെ, ഒന്നിരിക്ക്, സാവധാനം സംസാരിക്കാം. വാ. മീനെ, നിനക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും അതൊക്കെ ഞാൻ നോക്കിക്കോളാം മീനെ. നിന്നെ കഷ്ടപ്പെടുത്താതെ മഹാറാണിയെ പോലെ നോക്കിക്കോളാം. മനസ്സിലായ? എന്താ സാറേ ഇങ്ങനൊക്കെ പറയുന്നേ? നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മീനെ. ഒന്നെന്നെ മനസ്സിലാക്ക. ഞാൻ നിന്നെ മഹാറാണിയെ പോലെ നോക്കിക്കോളാം. ഞാൻ നിന്നെ ഒന്നിനും കഷ്ടപ്പെടുത്തില്ല. എന്താ ഓക്കെയാണോ? എന്നെ വിട് സാറേ, എനിക്ക് വീട്ടിൽ പോണം. അത് പിന്നെ എൻ്റെ മനസ്സൊന്ന് നീ മനസ്സിലാക്ക. എനിക്ക് നിന്നെ വേണം. ഞാൻ നിന്നെ ഇതേ വീട്ടിൽ മഹാറാണിയെ പോലെ വെച്ചോളാം. അത് പിന്നെ മീനെ, നിനക്ക് കാശോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്ക്, ഞാൻ തരാം. എന്നോട് മടിക്കൊന്നും വേണ്ട. എന്ത് വേണമെങ്കിലും മടിക്കാതെ ചോദിച്ചോ. എന്താ? പറയുന്ന കേക്ക് സാറേ, സമയം ഒരുപാടായി, എനിക്ക് പോണം. ഒരു തവണ ഞാൻ പറഞ്ഞത് കേട്ടൂടെ? ഞാൻ സുഖമില്ലാണ്ടിരുന്നപ്പോ നീ എന്നെ എത്ര സ്നേഹത്തോടെ നോക്കിയത്. നീ കാണിച്ച ആ സ്നേഹം ഞാനിതുവരെ കണ്ടിട്ടേയില്ല. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ചോദിക്ക, ഞാൻ നിനക്ക് തരാം. നിന്നെ എനിക്ക് വേണം. ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് മീനെ. മടിക്കാണ്ട് ചോദിക്ക, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാം. എന്താ ശരിയല്ലേ? എന്നെ വിട് സാറേ, എനിക്കൊന്നും വേണ്ട. എനിക്ക് വീട്ടിൽ പോണം. ഒന്ന് ഇരിക്കും മീനെ. നീ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക. ഒന്ന് മനസ്സിലാക്ക് സാറേ, എന്നെ വിട്ടേക്ക്. മീനെ, മീനെ, എങ്ങോട്ടാ പോകുന്നത്? എന്തിനാ എന്നെ വിട്ടേച്ച് പോകുന്നത്? സാറിന് ഇത് എന്താ പറ്റിയേ? എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ പോട്ടെ. മീനെ, അങ്ങനെയൊന്നും പറയില്ല മീനെ. എൻ്റെ മനസ്സ് മുഴുവനും നീയാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ഈ ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ദയവേത് എന്നെ മനസ്സിലാക്കും മീനെ. നിന്നെ എനിക്ക് വേണം. ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും മീനെ. പ്ലീസ്, എനിക്ക് വേണ്ടി ഒരു തവണ നല്ലോണം ആലോചിച്ച് നോക്ക്. ദയവേത് എന്നെ വിട്ടേച്ച് പോകരുത് മീനെ. എന്നെ വിട് സാറേ, എനിക്ക് പോണം. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനിനി ജോലിക്ക് വരുന്നില്ല. ഞാൻ വേറെ എവിടെയെങ്കിലും പോയിക്കോളാം. മീനെ, എന്തൊക്കെയാ ഈ പറയുന്നത്? എൻ്റെ മനസ്സ് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? നിന്നെ എനിക്ക് വേണം. ഞാൻ സുഖമില്ലാതിരുന്നപ്പോൾ നീ എന്നെ എത്ര സ്നേഹത്തോടെ നോക്കിയത്. ആ സ്നേഹം എനിക്ക് ജീവിതകാലം മുഴുവനും വേണം മീനെ. പ്ലീസ്, ദയവ് ഇതൊന്ന് മനസ്സിലാക്ക്. സാറേ, നിങ്ങൾക്കിത് എന്താ പറ്റിയേ? ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം ഞാനാണെങ്കിൽ എന്നോട് ക്ഷമിക്ക് സാറേ. നാളെ മുതൽ ഞാൻ ജോലിക്ക് വരുന്നില്ല. എന്ത്? ഞാൻ പറഞ്ഞൊന്ന് കേക്ക് മീനെ. മീനെ പോലെ